കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിൽ പക്ഷെ ആരെന്ന് പറയും. ഇത് തന്നെയാണ് ഗബ്രി ജാസ്മിന് നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത് പിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലമല്ല, ശരീരത്തിനുള്ള ബലമല്ല. പക്ഷെ ഗബ്രി ഇപ്പൊ ജാസ്മിൻ ആ ബലം നഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ജാസ്മിൻ ഇസ് എ ബ്രില്യൻ പ്ലെയർ. അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ. ജിൻഡോ ചേട്ടൻ്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞു ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ വാക്കില് കഴിവുള്ള ആള് തന്നെയാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും. സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇല്ല, അതിന്റെ ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ഞാൻ അവള് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക്. അത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റു വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ. ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെന്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞി ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ 10 കിലോന്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. പ്രേക്ഷകരുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ എല്ലാ സീസണിലും വിമർശനമാണ്. ഈ സീസൺ സ്ക്രിപ്റ്റഡ് ആണോ? ഒരിക്കലും അല്ല. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ നിങ്ങൾ എത്ര ഇതും ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീടിന്റെ ഓരോ കോർണേഴ്സിനും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ്, മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത്. ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി. അത് ഞാൻ പക്ഷേ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. മൈക്ക് എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ്, എങ്ങനെയാണ് വരുന്നത്. അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലൈറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ഒരു ദിവസം ഓടാണെങ്കിൽ 10-350 ആൾ അതിന്റെ ചുറ്റും കിടന്ന് ഓടണം. എന്നാലാണ് അത് അത്ര സ്മൂത്ത് ആയിട്ട് ഓടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് ടാസ്കുകൾ തരാം. ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാണ്. നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല. ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം. ഭയങ്കര സൗഹൃദത്തിൽ ഭയങ്കര ഒരു ഇമോഷണലാണ്. അതുകൊണ്ട് ഇനി ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. ഇനി എനിക്ക് അതെ തീർച്ചയായും ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ എന്റെ കുറച്ച് അലക്കാനുള്ള തുണി, വേറെ വലിയ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു. എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിരുന്നില്ല, എത്ര തല്ല് പിടിച്ചിട്ടുണ്ടായി. പിന്നെ തല്ല് പിടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മുന്നോട്ട് പോണേ? എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ പ്രേക്ഷകര് ഗബ്രിയുടെ ഒരു എവിക്ഷൻ വന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാന കാരണം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി ഫസ്റ്റ് മേടിച്ചിരുന്നേനെ എന്നുള്ള എന്താണ് അതേക്കുറിച്ച്? ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചതെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർമി കയറുമ്പോൾ 5 പ്രാവശ്യം ജാസ്മിൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. 5 പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത്. ജാസ്മിൻ ഒരു തവണയെ പവർമി കയറിയിട്ടുള്ളൂ. ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ റസ്മിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമായിരുന്നു? അല്ലെങ്കിൽ ഇല്ല, ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പില് റസ്മിന് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. പക്ഷെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ നമ്മള് അതിന്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക. അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിൽ റസ്മിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ അവര് ജിൻഡോ ചേട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫക്ട് ചെയ്യാറില്ലായിരുന്നു. അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ നമ്മള് ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല.
ഞാൻ ചെയ്യില്ല. ഞാൻ ഒരാളെ എനിക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കാരണം വേണം. അപ്പൊ മാത്രമാണ് ഞാൻ ചിന്തു ചേട്ടൻ അന്ന് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അത്രയും പ്രൊവോക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് ഗെയിം. അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത്. ഇപ്പോ ജാസ്മിൻ അതിന്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഗബ്രി പുറത്തായ ജാസ്മിൻ ഗെയിം കളിക്കും, പക്ഷെ ജാസ്മിൻ പുറത്തായ ഗബ്രി ഗെയിം കളിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ജാസ്മിൻ എപ്പോഴും കേൾക്കുന്ന ഒരു വിമർശനമാണ് വൃത്തിയുടെ പേരിൽ. അപ്പൊ ജാസ്മിൻ ഒരു ബ്യൂട്ടി ബ്ലോഗർ കൂടിയാണല്ലോ. അപ്പൊ മാനസികമായിട്ട് ബാധിച്ചു. അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ്, ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ്, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആവശ്യത്തിൽ അധികം വൃത്തി ജാസ്മിനുണ്ട്. ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്. അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കിയത് ആ തുമ്മിയതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും. നമ്മളിപ്പോ ഒരു മീഡിയൊക്കെ, അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിയവരൊക്കെ പറയുന്നത് ബാക്കിയുള്ളവർ പറയുന്നത് അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിരെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും. കാരണം അവൾക്ക് അവിടെ എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. ഒരു ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയോട് പറഞ്ഞിട്ടും അടുത്ത് ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ വാരി കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും, കാരണം എന്നെ കൊണ്ട് പറ്റൂല. ഒരു പ്രത്യേകതയാണ് ഒരാളായിട്ട് അടി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവരോട് പിന്നെ പോയി എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എന്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമലായിട്ട് പെരുമാറുള്ളൂ. പഞ്ചറിയായിട്ട് ഞാൻ ലാസ്റ്റ് ദിവസം ജാസ്മിൻ അഭിനയിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇല്ല, ജാസ്മിൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും. ഒരു വീഡിയോ വൈറലായിരുന്നു ജാസ്മിൻ കാലിനകം കടിച്ചിട്ട്. അത് ഭയങ്കരമായിട്ട് ഒരു വൃത്തിന്റെ കേസിലൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ബിഗ് ബോസിന്റെ ഓഡീഷൻസ് പലതരത്തിലുള്ള വിമർശനങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. ഓഡീഷൻസ് പൈസ മേടിച്ചിട്ട് അതേപോലെ അങ്ങനത്തെ വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഗബ്രിയുടെ ഓഡീഷൻ എങ്ങനെയായിരുന്നു? എന്നെ ആദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ, എന്തായാലും ഓഡിഷൻ വരാം എന്ന് പറഞ്ഞു. ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. ഒരു സൂം കോളായിരുന്നു. സൂം കോൾ കഴിഞ്ഞു രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷൻ, ലൈവ് ഓഡിഷൻ. അതിന്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പായിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിട്ട്, വേറെ അങ്ങനെ ഒന്നും. ജാസ്മിനുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നെങ്കിൽ ഇപ്പൊ വീട്ടുകാരെ പലരെയും കൊണ്ടുപോയി ഒരു പ്രണയം എന്നുള്ളൊരു സാധനം ഉണ്ടാകുമായിരുന്നു. റീഎൻട്രി ഇൻ കേസ് കിട്ടിയാൽ പോകാൻ താല്പര്യമുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം, അതിന്റെ അകത്ത് നിൽക്കണം, തല്ല് പിടിക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, ഫുഡ് കഴിക്കണം, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കണം. ഇത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ കപ്പെടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എന്റെ ലക്ഷ്യം. എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്ക് എന്റെ മുഖം എത്തിക്കണം. അത് എത്തിയിട്ടുണ്ട്, പക്ഷെ ഒരു വില്ലൻ പരിവേഷം അത് മാറും. അതിന് ടെൻഷൻ ഉണ്ടോ? കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്നതാണ്. അതുപോലെ ജാസ്മിൻ നിങ്ങൾ അത് പക്ഷെ നിങ്ങളുടെ വിഷ്വലുകൾ കൂടുതലൊന്നും നിങ്ങൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൈപിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലത്തുള്ള രംഗങ്ങളാണ്. അപ്പൊ അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു? തെറ്റുണ്ട്. എങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന തെറ്റാണ്? കൈ പിടിച്ചിരിക്കുന്ന തെറ്റല്ല, ആ വിഷ്വൽസ് മാത്രമാണ് വന്നത്. പക്ഷെ നിങ്ങൾ നിലപാടുകൾ പറയുന്ന ഒരാളാണ്. അതെനിക്ക് അറിയാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്കെ പിടിക്കുന്നതും തെറ്റാണോ? അല്ലല്ലോ, നിങ്ങൾ തെറ്റാറിയില്ല. ജനങ്ങൾ എന്നുള്ളൊരു ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് തെറ്റാകുന്നത്? അതല്ല, അത് നമ്മളും അതിനെ ജഡ്ജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്രയും നേരം അത് വൾഗർ അല്ല. സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള്, ബോയുടെ അല്ല ഞാൻ ചോദിക്കണം, ഗേളിനെ കിസ് ചെയ്യില്ലേ? അവളൊരു ഉമ്മോട് പോലെ അതിൽ ആ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞു. എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചെറിയൊരു വിമർശനം എന്താ വെച്ചാൽ, ഇത് ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഏത് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും. പക്ഷെ ഇതൊരു ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആവണം ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ ഇന്റർനാഷണലി ഒരുപാട്, ഞാൻ യാത്രകളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾ അതെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തനുസരിച്ച്. പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത്. ജാസ്മിന്റെയും എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ്. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് വിഷ്വലിൽ വരില്ല, പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും. കാരണം
നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും പക്ഷേ അവിടെയാണ് സിമിലർ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു സംശയം വരുന്നത്, ഇത് പ്ലാൻഡ് ആയിരുന്നു പ്ലാൻ ആണെങ്കിൽ ഞാൻ അതിന്റെ അകത്ത് വെച്ച് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അതിന് മുന്നേ പ്ലാൻ ആരൊക്കെ വരുന്നു എനിക്ക് നിങ്ങൾ അറിയാൻ പറ്റും. ഓഡിഷൻ ടൈമിൽ മീറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്താൽ പോയെന്നൊരു സംസാരം പൊതുവെ ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്തു എന്നല്ല, ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടുത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അവിടെ അത്രയും ഏഷ്യാനെറ്റിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ അവളോട് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ജാസ്മിൻ. ഇമോഷണലി ഇപ്പൊ അവസാനം നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്രൊമോക്കെ ഉണ്ടെങ്കിൽ ജാസ്മിന് ഇത്ര ഇമോഷണലി ഡൗൺ ആവാനുള്ള കാരണം ഗബ്രി തന്നെയല്ലേ? കാരണം പലപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലൻസ്. അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല, നമുക്ക് മടുക്കും. എപ്പോഴും സങ്കടം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. സങ്കടവും സന്തോഷവും കറക്റ്റ് ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കണം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. വിഷമങ്ങളും ഉണ്ടാവണം, സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? വിഷമങ്ങളുള്ള അത്രയും തന്നെ, അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം, നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഓരോ ഉരുള ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഒരു ഉരുള തരുമായിരുന്നു. അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കില്ല. അതിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂലൊന്നും സൗഹൃദമില്ലേ? ഋഷി വാഴ അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സൗഹൃദം കീപ്പ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു തോന്നുന്നു. ഋഷിയായിട്ട് സൗഹൃദം കീപ്പപ്പ് ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ട്. ഋഷിയും ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം, അന്നും അടി ഉണ്ടായിട്ടില്ല. ഋഷിയായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കയറി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഋഷി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഇല്ല, അതൊന്നും എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഋഷിനെ ഞാൻ ഒരിക്കലും വാഴാന്ന് വിളിക്കാം. മാറിയിരുന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ ഇത് വാഴ കളി കളിക്കണം. അതല്ലാതെ നേരത്തെ പറഞ്ഞു പുറമേ ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോമണേഴ്സിനെ നിങ്ങൾക്ക് 2 ആഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു. കോമണേഴ്സിനെ അറിയാം. അപ്പൊ റസ്മിനായിട്ടുള്ള ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്തത് എങ്ങനെ? അത് നേരിട്ട് മുന്നേ എനിക്ക് റസ്മിനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അതിന്റെ അകത്ത് പോലും ഞാൻ 1,000-2,000 റസ്മിനെ അടുത്ത് സംസാരിച്ചു. 5 പേരുടെ പേരുകളാണ് അതിന്റെ ഉള്ളിൽ തന്നെ നോറ അറിയാണ്ട് വിളിച്ചു പറഞ്ഞത്. നോറല്ല, അത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. രണ്ടുപേരും നോറയല്ല പറഞ്ഞത്, ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. ജിൻഡോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെണ്ണാണോ? അല്ല, ഇവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് അവരുടെ ഗെയിമാണ്. ഓരോരുത്തരും അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം റിയാലിറ്റിയും ആവാം പലതും ആവാം. നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത്. ഇപ്പൊ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ്. എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റില്ല. സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കളിച്ചോളും. ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് പ്ലെയർ. അത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സായി വെരി ഗുഡ് പ്ലെയർ. സായി ഭയങ്കര നല്ല പ്ലെയർ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, സായി ഇപ്പൊ ഒന്ന് പതുങ്ങിയിരിക്കണം. അത് ചിലപ്പോൾ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പണിയെടുക്കും. നോറ വിന്നർ ആവുമെന്ന് തോന്നുന്നുണ്ടോ? ടോപ്പ് 5 ആരൊക്കെ ഉണ്ടാവും? വിന്നർ ആവട്ടെ. പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ ഇതിന് മുന്നേ പുറത്തു വരേണ്ട ആരൊക്കെയാന്ന് പറയാം. പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷെ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും വലിയ പണി. പവർ റൂം ഒരു ട്രാപ്പല്ല. പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ളതിലാണ് പവറിന്റെ വില ഇരിക്കുന്നത്. അപ്പൊ പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴേക്കൊന്നും നീ പോടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയും. പിന്നെ അതിൽ പവറില്ല. അവരുപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവർ ആവുള്ളൂ. അപ്സര, ഞാൻ, അർജുൻ, റസ്മിനായിട്ട് പവർ റൂമിൽ ഇരുന്ന ഒരാഴ്ചയുണ്ട്. ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകളൊന്നും അതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ, പാത്രങ്ങള്, ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരായിരുന്നു. ഇതെല്ലാം പവർ റൂളിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു നിയമ പുസ്തകം അവിടെയുണ്ട്. ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അത് എനിക്കെതിരായിരുന്നു. അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു. പക്ഷെ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി. കാരണം ജിൻഡോ ചേട്ടൻ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പൊളിഞ്ഞു.
അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം, അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ബിഗ് ബോസ് എന്നെ കൊണ്ടുവരാൻ. നിർത്തണം എന്നൊരു ക്യാമ്പയിൻ വരുന്നുണ്ട്. ബിഗ് ബോസ് നിർത്തണം എന്നൊരു ക്യാമ്പയിൻ വരുന്നുണ്ട്. അത് അവിടെ പാവങ്ങൾ അവിടെ നടത്തിപ്പോട്ടെ. ഇതിൽ എന്താണ് ഇത്രത്തോളം നിർത്താനായിട്ട്? കാണണ്ടാത്തവർ കാണരുത്, കാണേണ്ടവർ കാണണം. എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് എനിക്കിപ്പോ ഞാൻ വന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്ന് ഞാൻ എന്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തെറി കളികൾ ഒരു സൈഡിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ്. ഒരു 10 തെറി കേട്ട് കഴിയുമ്പോൾ ഒരു 2 നല്ല വാക്കുകൾ, ഒരു 2 പേര് പറയാണ് മോനെ നിന്റെ കളി നല്ലതായിരുന്നു, നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു 2 വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട്. തെറിവിളികളും അതിന്റെ നല്ല വാക്കുകളും ഒക്കെ അതിന്റെ രീതിയിൽ പോകും. ലാലേട്ടൻ എപ്പോഴും, ലാലേട്ടൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത്, ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത്. രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ മോഡിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. ഈ വിമർശകരോട് ഇപ്പൊ എന്താ പറയുന്നത്? വിമർശകരോട് സ്നേഹം മാത്രം. ഇപ്പോഴും സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരോട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിലുണ്ട്. പക്ഷെ ആരെന്ന് പറയും പവർ റൂം ട്രാപ്പ് അല്ല. പവർ റൂം സേഫ് ആവുന്നത് ഒരു ട്രാപ്പ് അല്ല, അതും ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ അന്തസ്സായിട്ട് അന്ന് പവർ റൂമിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ഞാൻ ആ വീടിന്റെ അകത്തിരുന്നേ. എന്റെ മണ്ടത്തരായിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചില്ല, ഡീപ്പായിട്ട് അതിലേക്കൊരു ചിന്ത ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർ നോക്കുമ്പോൾ ഗബ്രിയേക്കാൾ പുറത്തു പോകാൻ സാധ്യതയുള്ള ഇപ്പോഴും ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ഗെയിമാണ്. അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. ശ്രീരേഖയൊക്കെ പുറത്തു മറ്റേ പവറിൽ നിന്ന് പുറത്തു വന്ന ഓട്ടം തോന്നുന്നു. അറിഞ്ഞോട്ടെ, അത് കൂട്ടി അനുസരിച്ചിട്ട്. ഇപ്പൊ ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വിന്നറാവാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളി ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്നാ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട്. ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയി പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് എപ്പോഴും ജാസ്മിൻ സിമ്പതിയുടെ ആവശ്യമില്ല, നമുക്ക് സ്നേഹം മതി. നമുക്കൊരു കുടുംബമല്ല. ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ മുൻതുറന്ന് കിടന്ന സമയത്ത് എത്ര നല്ല പിടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും ഗെയിംസ് ഒക്കെ പറഞ്ഞാൽ അവർ ഇത്രയും ഫൈറ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് അവരൊരു സൗഹൃദം കീപ്പ് ചെയ്തു. പക്ഷേ ഈ സീസണിൽ ആരും കീപ്പ് ചെയ്ത അത്രയും ഫൈറ്റിന്റെ എക്സ്ട്രീം ആയിരുന്നു. അതിനോട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിട്ട്. ഇപ്പൊ ഞാനും അൻസിബ് ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അൻസിബ് എന്റെ അടുത്ത്. അത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ട്. അതായത് നമ്മള് ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത്, പേഴ്സണൽ കാര്യത്തിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരുടെ ക്ഷമിക്കാനുള്ളത്. ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം, സത്യം പറഞ്ഞാൽ. കാരണം എന്നെ അവിടെ നിന്നിട്ട് ചിന്തു ചേട്ടനാണെങ്കിലും മനസ്സിലാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത്. അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നത് ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു തീർത്തിട്ട് ചോദിച്ചു. അവിടെ നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അൻസിബ ഐ എം സോറി, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു അപ്പോളജിയാണ്. അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് സോറി. ഞാൻ നോമിനേഷനിൽ അതായത് എലക്ഷനിൽ ഞങ്ങൾ 4 പേര് നിൽക്കുമ്പോൾ അൻസിബയുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു അൻസിബ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചോണ്ടിരിക്കുന്ന പറഞ്ഞു. അൻസിബ പറഞ്ഞത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു. എന്നിട്ട് അൻസിബ ആൻഡ് ഋഷി സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കേട്ടണമെന്ന് എനിക്കറിയില്ല. എന്റെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. താങ്ക് യു, ഐ ലവ് യു ടു. ഇതായിരുന്നു അവസ്ഥ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസിബയുടെയും കണ്ടു പറഞ്ഞു ഞാൻ പോയ സമയത്ത്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മള് ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞു. അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ, അതിന്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത്. അത്രേ ഉള്ളൂ. ജാൻമണിയുടെ പ്രാക്ക് പുറത്തൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ അതിന് ഫീൽ ചെയ്തത്? ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ്. നമ്മൾ പുറത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹേർട്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരു പരിധി വിട്ട് സീരിയസ് സില്ലിയായിട്ട് എടുത്ത് ഞാനത് സില്ലിയായിട്ട് എന്നെ എത്ര പേരാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. എന്ന് പറയുന്ന സമയത്തും ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ എനിക്കറിയാം, അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മൾ കേസ് ചെയ്താലും നമ്മൾ അതിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം
ഒരാൾ കേസ് ചെയ്തുകൊണ്ട് മാത്രം അത് നമ്മളെ ബാധിച്ചോളണമെന്നില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റി അവരെ നമ്മൾ ഉപദ്രവിച്ച് അവർക്ക് വിഷമം വന്നതിന് ശേഷം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. വെറുതെ ഒരു പേരിൽ തന്നെ പറയുന്നതിലൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ ചെക്ക് വേണ്ട. അർജുൻ ഇത് പ്രണയമല്ല, എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ്. ഇത് തന്നെയാണ് ഗബ്രി ജാസ്മിന് നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ലല്ല, രണ്ടുപേർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് കൂടി തോന്നട്ടെ. അർജുൻ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിരുന്നു, രാത്രി എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ. എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ എന്നല്ല ചോദിച്ചത്, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചതല്ലോ. അതിപ്പോ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഒരിക്കലും ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ടിരുന്നോടെ. എന്റെ 27 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് തന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി പിടിച്ചോണ്ട് വന്നത്. 27 വർഷം, അതൊരു ജീവിതകാലം തന്നെയല്ല. ആ നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ സീസണിൽ റിങ്കു വിങ്കു കോംബോ ഒക്കെ ഉണ്ടായതുപോലെ റയീഷ, വിഷ്ണു കോംബോ ഉണ്ടായതുപോലെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഷോ കാണാറില്ലെന്ന് വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അതേപോലെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോംബോ ആണ്. ആ രീതിയിലാണ് അത് പുറത്ത് ചർച്ച നടത്തുന്നത്. ചാനൽ അത് അങ്ങനെ തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചാനലും ഇത് ഞാൻ ഹൈലൈറ്റ് ഒരു കാര്യം പറയട്ടെ, നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമില്ലാത്തവരാരുള്ള അതുകൊണ്ടാണ് സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. അതെ, അവര് പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ട് അവര് സൗഹൃദമായിട്ടിരിക്കുന്നതിലായിരിക്കട്ടെ അവരുടെ പേഴ്സണൽ കാര്യം, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്താ തരുന്നത് എന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക. അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടെ അതാണ് ബൗണ്ടറി. അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം. ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ബ്രോ, താങ്ക് യു. ഗബ്രിയുടെ ജീവിതത്തിൽ ആ clarity